ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ജൂൺ മാസത്തിൽ സ്നേഹസ്വരൂപനായ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോയോടൊപ്പമായിരിക്കാൻ നാം പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ തിരക്കുകൾ മൂലം നാം അതെല്ലാം മറന്നു പോകുന്നു. ലൂർദിലെ വിശുദ്ധ ബർണദീത്ത സന്യാസ ആശ്രമത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് അവളോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. ആവിലായിലെ അമ്മ ത്രേസ്യ ഉണ്ണീശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിനുള്ള മണിയടിച്ചു കഴിഞ്ഞാൽ ഉണ്ണീശോയോട് പറയും, നിയമം ലംഘിക്കാതിരിക്കാൻ ഞാൻ പോയി ഭക്ഷണം കഴിച്ച് മടങ്ങി വരട്ടെ എന്ന്, അതുവരെ എനിക്കാ ഇവിടെ കാത്തിരിക്കണമേ എന്ന്. അതുപോലെ ലിസിയോയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ ഭക്ഷണത്തിനുള്ള മണിയടിച്ചു കഴിഞ്ഞാൽ ഉണ്ണീശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ണീശോയോട് പറയും, ഉണ്ണീശോയെ, അങ്ങയോടുള്ള പരിത്യാഗത്തെ പ്രതി ഞാൻ ഇന്നത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അങ്ങയോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്ന നിനക്കാണെങ്കിൽ നീ എന്തു ചെയ്യുമെന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് അവളോട് കളിയായി ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഉണ്ണീശോയോട് പറയും, നിയമം ലംഘിക്കാതിരിക്കാൻ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങയെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഭക്ഷണമേശയിലേക്ക് പോകും. അവിടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഈ ദൈവാനുഭവം നാം ഓരോരുത്തരിലൂടെയും തുടരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു നേഴ്സ് സഹോദരിയെ നമുക്കിന്ന് ശ്രവിക്കാം. പ്രൈസ് ദ ലോർഡ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബേമഹോലായിലെ ഷഫാത്തിൻ്റെ മകൻ എലീഷയെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും. യേഹുവിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കും. എന്നാൽ ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രയേലിൽ അവശേഷിപ്പിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നാം വായിച്ചു കേട്ട വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ 3 കാര്യങ്ങളാണ് വചനം നമ്മോട് ഇപ്പോൾ വിചിന്തനം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്. ആദ്യമായി കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേലുള്ള കരുതലും തട്ടി ഉണർത്തലുകളുമാണ്. രണ്ടാമത് കർത്താവിൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുമ്പോൾ നിരാശയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. മൂന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ പകരപ്പെടേണ്ട അഭിഷേകത്തെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആമുഖമായി ഏലിയ പ്രവാചകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ കാർമൽ മലയിൽ
കർത്താവിന് വേണ്ടി ഏകനായി നിന്നുകൊണ്ട് ബാലിൻ്റെ 450 പ്രവാചകന്മാരുടെ മുമ്പിൽ സൈന്യങ്ങളുടെ കർത്താവായ തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ബലിപീഠത്തിൽ അഗ്നി ഇറക്കുവാൻ, അഗ്നിയായി ദൈവം ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഏലിയ നിയുക്തനാകുന്നു. ബലിപീഠവും കല്ലും മണ്ണും വിറകും എല്ലാം അഗ്നിക്കിരയാകുകയും ചാലിലെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി ഏകനായി നിന്ന് പ്രവർത്തിച്ച ശക്തനായ പ്രവാചകനാണ് ഏലിയ. ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം നശിച്ചു കഴിഞ്ഞു. ഈ വിവരം ജസബൽ അറിയുമ്പോൾ ഏലിയയ്ക്ക് നേരെ വധഭീഷണി ഒരുക്കുന്നതായിട്ടാണ് വചനത്തിൽ നാം കാണുന്നത്. ജസബലിൻ്റെ വധഭീഷണി കേട്ടപ്പോൾ ഭയപ്പെട്ട് തൻ്റെ ദൗത്യം പോലും മറന്നുകൊണ്ട് തൻ്റെ ജീവന് വേണ്ടി പലായനം ചെയ്യുന്ന, ജീവരക്ഷാർത്ഥം ഓടിപ്പോകുന്ന ഏലിയായെ വചനത്തിൽ നാം കാണുന്നു. ഏലിയ പ്രവാചകൻ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. സ്വന്തം ഭൃത്തിനെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ മരുഭൂമിയിലൂടെ കടന്നുപോയി ഒരു വാടാമുൾ ചെടിയുടെ ചുവട്ടിൽ നിരാശനായിരുന്ന് ഉറങ്ങുവാൻ പോകുകയാണ്. ഏലിയ പറയുന്നു, കർത്താവേ മതി, എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ അവർ വേട്ടയാടുന്നു, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മച്ചമല്ല, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. നിരാശയുടെ പടുകുഴിയിലേക്ക് ഏലിയ പോകുകയാണ്. ഒരു ദിവസത്തെ മരുഭൂമി യാത്രയിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാം ശൂന്യത മാത്രമാണ്. എന്നാൽ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ തട്ടിയുണർത്തലുകളും കരുതലുകളും എപ്പോഴും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഏലിയയോട് പറയുന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. കർത്താവ് ഏലിയയെ തൻ്റെ ദൗത്യത്തിനായി ഒരുക്കുകയാണ്. അതിനായി ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും തലയുടെ ഭാഗത്ത് കരുതി വെച്ചുകൊണ്ടാണ് ഏലിയയെ വിളിക്കുന്നത്. ഏലിയ എഴുന്നേറ്റ് ഭക്ഷിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നതായാണ് നാം കാണുന്നത്. എന്നാൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അഭിഷേകം ചൊരിയുവാൻ കാത്തിരിക്കുന്ന കർത്താവ് വീണ്ടും ദൂതനിലൂടെ ഏലിയയെ തട്ടി ഉണർത്തി തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധ്യം നൽകുകയാണ്. ദൂതൻ പറയുന്നു, എഴുന്നേൽക്കുക, ഭക്ഷിക്കുക, നിനക്ക് ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. നീ ഭക്ഷിക്കുന്നില്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ കർത്താവ് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏലിയ ശക്തി പ്രാപിച്ചു. കർത്താവിൻ്റെ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ 40 രാവും 40 പകലും യാത്ര ചെയ്ത് കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്താൻ ഏലിയയ്ക്ക് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാമും ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചവരാണ്. നേഴ്സസ് മിനിസ്ട്രിയിലൂടെ എന്നെയും നിങ്ങളെയും എല്ലാം ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിയുണർത്തലുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, കരുതൽ ഇവയെല്ലാം നമുക്ക് ലഭിക്കും. ഇവ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ മിനിസ്ട്രിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ, മിനിസ്ട്രിയിലെ കൂട്ടായ്മകളിലൂടെ, ഷാലോം ടിവിയിലെ ശുശ്രൂഷകളിലൂടെ, മിനിസ്ട്രിയുടെ ഓരോ ശുശ്രൂഷകളിലൂടെയും തമ്പുരാൻ നമ്മെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, നിനക്ക് എന്നോടൊപ്പം ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. വചനമാകുന്ന അപ്പവും അഭിഷേകത്തിൻ്റെ ജലവും കൂട്ടായ്മയിൽ നിന്നും നീ സ്വീകരിക്കുക. അപ്പോൾ കർത്താവിനോടൊപ്പം ഏറെ ദൂരം യാത്ര ചെയ്യുവാൻ
നിനക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിളിയിലേക്കാണ് ദൈവം ഈ മിനിസ്ട്രിയിലൂടെ നമ്മെ ഒരുക്കുന്നത്. ഈ മിനിസ്ട്രിയിലൂടെ തട്ടി ഉണർത്തലിലൂടെ നമുക്ക് ദൈവിക പദ്ധതിയിലേക്കുള്ള ഒരുക്കപ്പെടലാണ് ലഭിക്കുന്നത്. ശിഷ്യന്മാരെ പുതിയ നിയമത്തിൽ യേശു വിളിക്കുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ വലിയൊരു ദർശനമുണ്ട്. അവരെ വേർതിരിച്ചത് വിളിക്കുമ്പോൾ ഇന്നത്തെ മറഞ്ഞിരിക്കുന്ന ഭാവിയിലെ സഭാമക്കളെ മുഴുവൻ ദർശനത്തിൽ കണ്ടുകൊണ്ടാണ് യേശു അവരെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഇതുപോലെയാണ് നമ്മെയും വിളിക്കുന്നത്. ഈ മിനിസ്ട്രിയിലൂടെ ദൈവത്തിന് തൻ്റേതായ ദർശനങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്ന ഭാവിയിൽ അനേകം മക്കളിലേക്ക്, ലോകം മുഴുവനുമുള്ള നഴ്സസിലേക്ക്, അവരുടെ ശുശ്രൂഷ മേഖലകളിലേക്ക്, കരയുന്ന രോഗികളിലേക്ക്, വേദനിക്കുന്നവരിലേക്ക്, സഹപ്രവർത്തകരിലേക്ക് എല്ലാം കടന്നു ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും വചനഭാഗത്തേക്ക് നാം കടന്നു പോവുകയാണെങ്കിൽ, ശക്തി സംഭരിച്ച് കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തിയ ഏലിയ പ്രവാചകൻ വീണ്ടും ഗുഹയിൽ ഒളിക്കുകയാണ്. തൻ്റെ പ്രാണനെ ഓർത്തുകൊണ്ട് ഗുഹയിൽ ഒളിച്ച് ഇരിക്കുന്ന ഏലിയ പ്രവാചകനോട് കർത്താവിൻ്റെ സ്വരം വീണ്ടും സംസാരിക്കുന്നു. ഏലിയ, നീ അവിടെ എന്തു ചെയ്യുന്നു? ഏലിയ മറുപടി കൊടുക്കുകയാണ്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. പക്ഷേ എനിക്കൊരു കുറവുണ്ട്. എല്ലാ പ്രവാചകന്മാരും നശിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ ബലിപീഠങ്ങൾ തകർക്കപ്പെട്ടു. ഞാൻ തനിച്ചാണ്. എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. കർത്താവിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടും വീണ്ടും നിരാശയിലേക്ക് പോയി ഗുഹയിൽ ഒളിക്കുന്ന ഏലിയ തൻ്റെ പ്രാണനെ ഓർക്കുകയാണ്. ദൗത്യം അവൻ മറന്നുപോയി. അപ്പോൾ കർത്താവ് സംസാരിക്കുകയാണ്, മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ചെന്ന് നിൽക്കുക. എന്നാൽ ഏലിയ ഗുഹയിൽ നിന്നും ഒരിക്കലും നീങ്ങുന്നില്ല. അപ്പോൾ ഏലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായി വചനത്തിൽ നാം കാണുന്നു. ഗുഹയിലായിരിക്കുമ്പോൾ അവിടെ കൊടുങ്കാറ്റുണ്ടായി, അതിനുശേഷം ഭൂകമ്പമുണ്ടായി, അതിനുശേഷം അഗ്നിയുണ്ടായി. എന്നാൽ ഇവയിലൊന്നിലും കർത്താവില്ലായിരുന്നു. വീണ്ടും മൃദുസ്വരം കേൾക്കുകയാണ്. ആ സ്വരം കേട്ടപ്പോൾ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഏലിയയ്ക്ക് ഓർമ്മ വരികയാണ്. ഉടനെ ഏലിയ ഓർക്കുന്നു, ഞാൻ അനുസരിക്കേണ്ടവനാണ്. കർത്താവ് കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞു, മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. ഉടനെ ഏലിയ ഗുഹയിൽ നിന്നും ഗുഹാമുഖത്തേക്ക് പുറത്തേക്ക് കടന്നു വരികയാണ്. വളരെയധികം വിശ്വസ്തതയും അനുസരണവും കാണിച്ചപ്പോൾ കർത്താവിൻ്റെ സ്വരം വീണ്ടും കേൾക്കുകയുണ്ടായി, ഏലിയ, നീ അവിടെ എന്തു ചെയ്യുന്നു? വീണ്ടും ഏലിയ പറയുന്നു, ഞാൻ സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്നു. പക്ഷേ എനിക്കൊരു കുറവുണ്ട്. ഞാൻ തനിച്ചാണ്. എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഏലിയ ഇത് പറയുമ്പോഴും 18-ാം തിരുവചനത്തിൽ വചനം നമ്മോട് പറയുന്നു, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രയേലിൽ അവശേഷിപ്പിക്കും. 7000 പേരെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് ഏലിയയെ വിളിക്കുന്നത്. അതവൻ അറിയുന്നില്ല. വരാനിരിക്കുന്ന ഭാവിയിലെ മഹത് കാര്യങ്ങളുടെ ദർശനം ഏലിയായ്ക്ക് നഷ്ടപ്പെട്ടു പോയി. തൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ദർശനം ഏലിയായ്ക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് താൻ തനിച്ചാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഭയത്തിലേക്കും നിരാശയിലേക്കും ഏലിയ കടന്നു പോകുന്നത്. എന്നാൽ ഇതറിഞ്ഞ കർത്താവ് തട്ടി ഉണർത്തിക്കൊണ്ട് തൻ്റെ ദൗത്യം വീണ്ടും ഏലിയയോട് പറയുന്നു, നീ ദമാസ്കസിലുള്ള മരുഭൂമിയിലേക്ക് പോകുക. അവിടെ സിറിയ രാജാവായി ഹസായേലിനെ അഭിഷേകം ചെയ്യുക. യേഹുവിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യുക. എലീശയെ തനിക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുക. താൻ തനിച്ചാണെന്ന് പറയുമ്പോഴും
തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ കർത്താവിന് പൂർണ്ണമായും മനസ്സിലുണ്ട്. അനേകം മക്കളിലേക്ക് ഏലിയായിലൂടെ അഭിഷേകം ചൊരിയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് എന്നെയും നിങ്ങളെയും എല്ലാം ഈ മിനിസ്ട്രിയിലേക്ക് വിളിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ പദ്ധതികൾക്ക് തുടക്കമിടുന്നത്. മറഞ്ഞിരിക്കുന്ന ഭാവിയിൽ ചെയ്തു തീർക്കേണ്ട വലിയൊരു ദർശനം കർത്താവിന് ഈ മിനിസ്ട്രിയെക്കുറിച്ചുണ്ട്. ലോകം മുഴുവനുമുള്ള നഴ്സസിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവർ ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അഭിഷേകം ചൊരിയപ്പെടുക. പ്രിയ സഹോദരങ്ങളെ, നാം ആരും ഒരിക്കലും തനിച്ചല്ല യാത്ര ചെയ്യേണ്ടത്. ഈ മിനിസ്ട്രി പ്രവർത്തിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ പടയാളികളായി അനേകം മക്കളോടൊപ്പമാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത്. അനേകം ക്രിസ്തുവിൻ്റെ പടയാളികൾ വിവിധ രാജ്യങ്ങളിൽ നമ്മോടൊപ്പമുണ്ട്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ മിനിസ്ട്രിയിൽ നിന്നുകൊണ്ട് കൂട്ടായ്മയിലെ പ്രാർത്ഥനകളിലൂടെ, സ്വയം പ്രാർത്ഥനകളിലൂടെ, വചനത്തിൻ്റെ അപ്പവും അഭിഷേകത്തിൻ്റെ ജലവും കുടിച്ച് ശക്തി പ്രാപിച്ച് ഏറെ ദൂരം കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുവാനാണ് വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം യാത്ര ചെയ്യണമെങ്കിൽ ശക്തിയില്ലെങ്കിൽ എപ്പോഴും നാം എലിയ പ്രവാചകനെ പോലെ നിരാശയിലേക്ക്, ഭയത്തിലേക്ക് കടന്നു പോകും. പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 42-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ കാണുന്നു, യാക്കോബ് പ്രതികൂലങ്ങളെ ഓർത്ത് വിലപിക്കുകയാണ്. തനിക്ക് ജോസഫ് നഷ്ടപ്പെട്ടു, ശിമയോനും നഷ്ടപ്പെട്ടു, ബെഞ്ചമിനെയും കൊണ്ടുപോകുകയാണ്. പ്രതികൂലങ്ങളെ ഓർത്ത് വിലപിക്കുമ്പോൾ യാക്കോബ് അറിയുന്നില്ല, ക്ഷാമത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് അവരെ കൊണ്ടുപോകുവാനായി ജോസഫിനെ വലിയൊരു ഉന്നത സ്ഥാനത്ത് ഒരുക്കിയിട്ടാണ് കർത്താവ് യാക്കോബിനെ വിളിക്കുന്നത്. ശിമയോൻ സുരക്ഷിതനാണ്. ബെഞ്ചമിനെ കൊണ്ടുപോകുന്നതിലൂടെ കർത്താവിന് ചെയ്തു തീർക്കേണ്ട വലിയൊരു പദ്ധതിയുടെ ഭാഗമായാണ് അവർ ഇത് ബെഞ്ചമിനെയും കൊണ്ടുപോകുന്നത് എന്ന് യാക്കോബ് അറിയുന്നില്ല. പൊട്ടക്കിണറിൽ തള്ളപ്പെട്ട ജോസഫിനെ കുറിച്ച് കർത്താവിന് വലിയൊരു ദർശനമുണ്ടായിരുന്നു. ഇതുപോലെയാണ് നമ്മെ വിളിക്കുമ്പോഴും ഈ മിനിസ്ട്രിയിലൂടെ നാം കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം, വലിയൊരു ദർശനം ഈ മിനിസ്ട്രിയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസിനെ പോലെ നാം ഓരോരുത്തരും ചിന്തിക്കണം, കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. 2 മക്കബായർ 8:18 വചനം പറയുന്നു, എനിക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിനോടൊപ്പമാണ് നാം യാത്ര ചെയ്യുന്നത്. ദൈവവിളിയോടുള്ള സഹകരണത്തോടും വിശ്വസ്തയോടും കൂടെ നാം അത് പ്രാപിക്കണമെങ്കിൽ കൂട്ടായ്മകളിലേക്ക് കടന്നു വരിക. കൂട്ടായ്മകളിലെ ശുശ്രൂഷകളിൽ നിന്ന് ദൈവവചനമാകുന്ന അപ്പവും അഭിഷേകത്തിൻ്റെ ജലവും കുടിച്ചുകൊണ്ട് ആ അഭിഷേക ശക്തി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരിലേക്ക് പകരപ്പെടുക. ഇങ്ങനെയാണ് ഈ ദർശനത്തിലെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതിനായി ഏവരെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോ ഈ നേഴ്സിലൂടെ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. യോഹന്നാൻ 6:37 ഇപ്രകാരം പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന്.
ഈശോയുടെ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്ത സ്നേഹം മനസ്സിലാക്കിയ ഒരു നേഴ്സ് സഹോദരിയെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് റേച്ചൽ. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും 3 കുഞ്ഞുമക്കളുമായിട്ട് അബുദാബിയിൽ 9 വർഷമായിട്ട് ജീവിക്കുന്നു. അബുദാബിയിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ചെറുപ്പകാലം മുതലേ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വളരാനിടയായി എനിക്ക് അനേകം പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ധ്യാനങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമേ, അതുവഴി എൻ്റെ വിശ്വാസം ഒരു പടി കൂടി ദൃഢപ്പെടുവാൻ സാധ്യമാക്കണമേ എന്ന്. അച്ഛന്മാരൊക്കെ അത്ഭുതങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാനത് എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അബുദാബിയിലെ നേഴ്സസ് മിനിസ്ട്രിയിൽ ഭാഗമാകുവാനും അതിലെ പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ പോകുവാനും അവസരങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2017 ഡിസംബറിലെ UAE നേഴ്സസ് മിനിസ്ട്രിയുടെ UAE നേഴ്സസ് മീറ്റായ ഗ്രേറ്റസ്റ്റ് കോളിൽ പങ്കെടുക്കുവാനുള്ള ഒരവസരം എൻ്റെ കൊളീഗ്സ് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ പോകുവാൻ വേണ്ടിയിട്ട് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഡ്യൂട്ടിയുടെ ടൈമിംഗ് ശരിയാകാത്തത് കൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് 2-3 ആൻറ്റിബയോട്ടിക് കോമ്പിനേഷനായിട്ട് എടുക്കേണ്ടി വന്നു. അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് എൻ്റെ വായിൽ മൊത്തം സ്കിൻ പീൽ ഓഫ് ആയി പോവുകയും നാക്കിൽ ബ്ലീഡ് ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് തീരെ സംസാരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ സാധ്യമാകാതിരുന്ന അവസരത്തിൽ ഞാൻ ഡോക്ടറെ കാണുകയും 2 ദിവസത്തെ സിക്ക് ലീവ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ സിക്ക് ലീവായിട്ട് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, എനിവേ ഞാൻ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുകയില്ല, സിക്ക് ലീവ് ആയതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി മാറുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഗ്രേറ്റസ്റ്റ് കോളിന് പോയിക്കൂടാ? അങ്ങനെ അതിനെപ്പറ്റി ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. ആ സമയത്ത് അബുദാബിയിലെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു, ഭയങ്കര കാറ്റും തണുപ്പും മഴയുമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ പോകണോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാവരും പോകുകയല്ലേ, പ്രാർത്ഥനയ്ക്കായിട്ടല്ലേ പോകുന്നത്? അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും പോവുകയാണ്. അപ്പോൾ തന്നെ ഞാൻ മുസഫ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു കൊളീഗ്സിനെ വിളിക്കുകയും പോകാനുള്ള അറേഞ്ച്മെൻറ്റ്സിനെ പറ്റി ചോദിക്കുകയും അതനുസരിച്ച് ഞാൻ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ റാസൽ ഖൈമയ്ക്ക് പോവുകയും പോകുന്ന ഓൺ ദ വേയിലെല്ലാം ബസ്സിൽ വെച്ച് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലി മാതാവിനോട് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്തിരുന്നു. വളരെ ഒരു ഡീപ്പായിട്ടുള്ളൊരു അനുഭവം എൻ്റെ മനസ്സിൽ ആ സമയത്തൊക്കെ തോന്നി. അങ്ങനെ റാസൽ ഖൈമയിലെത്തി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും തുടർന്നുള്ള പ്രാർത്ഥനകളിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചു. ഫാദർ മൈക്കിൾ പയ്യമ്പള്ളി അച്ഛൻ്റെ സ്പീച്ചും അതിനെ തുടർന്നുള്ള ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെയും ആഗ്രഹം കടന്നു വന്നു, കർത്താവേ, എനിക്കും എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. ആ സമയത്തൊന്നും ഞാൻ കാര്യം പറഞ്ഞാൽ എൻ്റെ വായിലെ കുഴപ്പമോ അല്ലെങ്കിൽ ആ ബ്ലീഡാകുന്ന അവസ്ഥയോ ആ വേദനയോ ഒന്നും ഓർത്തില്ല. എന്തെങ്കിലും ഒരു അത്ഭുതം അച്ഛൻ മറ്റുള്ളവരുടെ പേരെടുത്ത് വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പരസ്പരം തോളിൽ കൈവച്ച് പ്രാർത്ഥിക്കുവേൻ. അങ്ങനെ അടുത്ത് നിന്ന് അബുദാബിയിൽ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു സഹോദരി എൻ്റെ തോളിൽ കൈവച്ച് ശക്തമായിട്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രാർത്ഥനയൊന്നും അതിൻ്റെ ഒരു തീവ്രതയില്ല. ആ സഹോദരിയുടെ പ്രാർത്ഥന ശരിക്കും എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ നടക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും പേർ അച്ഛൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും എൻ്റെ പേരോ ഒരനുഭവം എനിക്കുണ്ടായില്ല. എങ്കിലും ഞാൻ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ അവസാനമായിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ ഗ്രൂപ്പിലുള്ള ഒരാളുടെ വായിലുള്ള അസുഖം ബ്ലിസ്റ്റേഴ്സായിട്ടും ബ്ലീഡിംഗ് ഒക്കെ ആയിട്ടിരിക്കുന്നത് കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. ആ സമയത്തൊന്നും എനിക്ക് തോന്നിയില്ല അത് ഞാനായിരിക്കും, ആ ഗ്രൂപ്പിൽ വേറെ ഏതെങ്കിലും വ്യക്തികളായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സെയിം ടൈമിൽ തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന വേറൊരു കൊളീഗിനോട് ഞാൻ ഈ സംഭവം പ്രാർത്ഥനയ്ക്ക് മുന്നേ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ സഹോദരിയുടെ മനസ്സിൽ അത് തോന്നിയിരുന്നു, അത് റേച്ചൽ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് ചായ തരുന്നുണ്ടായിരുന്നു. ആ ഒരാഴ്ചയായിട്ട് എനിക്ക് ചൂട് ചായയോ ചൂട് ഭക്ഷണമോ ഹാർഡായിട്ടുള്ള ഒന്നും തന്നെ കഴിക്കാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഒരു കപ്പ് ചായ ചൂടോടെ എടുത്ത് കുടിച്ചപ്പോൾ എൻ്റെ വായിൽ എനിക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ വേദനയോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. കർത്താവെ നന്ദി,
കർത്താവ് അത് ഒരു വളരെ എൻ്റെ അസുഖം ക്യൂർ ആയതിനേൽ കൂടുതൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ വിശ്വാസം ദൃഢപ്പെടുത്തി എന്നതിനുള്ള ഒരു അനുഭവമായിരുന്നു അത്. അതുവരെയുള്ള എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. 1 പത്രോസ് 5:6 കർത്താവ് ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽപ്പുകിൽ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. നിന്റെ ഉത്കണ്ഠകൾ അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ ഈ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസം ഒരു പടി കൂടി ഈ അനുഭവം മൂലം ഉയർത്തുവാൻ സാധിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഒത്തിരി നന്ദിയുള്ളവരായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാരുണ്യവാനായ ഈശോയുടെ വിസ്മയകരങ്ങളായ പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഇന്നത്തെ ഈ നേഴ്സസ് ടൈമിൻ്റെ എപ്പിസോഡിലൂടെ ഈശോയുടെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചറിയാൻ നമുക്ക് സാധിച്ചല്ലോ. ഇങ്ങനെ നമ്മുടെ ജോലി മേഖലയിലെ ഓരോ സമയവും ആത്മാവിൽ ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പലപ്പോഴും ജോലി തിരക്കിനിടയിൽ ഈശോയെ വിസ്മരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജോലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജോലി മേഖലയെ ഒരു പ്രാർത്ഥന ഈശോയ്ക്ക് സമർപ്പിക്കുക. ഓരോ മണിക്കൂറും പരിത്യാഗത്തിൻ്റെ മണിക്കൂറുകളായി മാറട്ടെ. അങ്ങനെ ഒരുപാട് ആത്മാക്കളെ ഈ ലോകസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.